ഹായ് എവരി വൺ, വെരി ഗുഡ് മോർണിംഗ്. സോ മോർണിംഗ് ആണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ലോട്ട് ഓഫ് ഡിസ്റ്റർബൻസസ്. ഞാനിപ്പോൾ മൂന്നാമത്തെ ടേക്ക് എടുക്കുന്നത് കേട്ടോ. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും എസ്പെഷ്യലി മദർ മൂൺസ് ആണ്. അമ്മ അതിനോട് സംസാരിക്കും, അല്ലെങ്കിൽ എൻ്റെ റോക്കി വന്ന് ക്യാമറ മറിച്ചിടും. ഓക്കെ, സോ എന്താണ് സ്പിരിറ്റ് ഗൈഡ്സ് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് കംപ്ലീറ്റ്ലി നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വരുവാണ്. ലെറ്റ്സ് ലുക്ക്. എന്താണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആൻഡ് ഇപ്പോഴത്തെ ടൈമിൽ നിങ്ങൾക്ക് എന്താണോ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. ഇന്നിവിടെ ടോപ്പിക്കായിട്ടൊന്നുമല്ല. ഒരു കാർഡ് പറന്ന് വീണിട്ടുണ്ട്. ദിസ് ഇസ് മെസ്സേജ് ഫോർ യു. 9 ഓഫ് കപ്സ്, 9 കപ്പുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഒരു കപ്പിൻ്റെ കുറവുള്ളൂ നിങ്ങൾക്ക് കംപ്ലീഷൻ ആവാൻ വേണ്ടിയിട്ട്. സോ അതാണ് കാണുന്നത്. ഒരു മുഖത്ത് സന്തോഷം, ഒരു സെക്ഷൽ ഫാൻറ്റസി, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ, ഒരു റിയൂണിയൻ എനർജി. കണ്ടോ, 9 കപ്പുമായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നു ഒന്നല്ലെങ്കിൽ നല്ല സാഡ് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഹാപ്പി സിറ്റുവേഷനിലായിരിക്കാം. അങ്ങനെ നിങ്ങൾ മെസ്മറൈസിങ് യുവർ എന്താ പറയുക, നല്ല മൊമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്മറീസ് ആലോചിക്കുന്നു, അയവറക്കുക എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. 9 കപ്പ് ഉണ്ട്, ഒരു കപ്പിൻ്റെ കുറവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും ഹീലാവുന്നുണ്ട്, അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ട് കാണുന്നത്. അത് മെയിൻലി സ്റ്റാർ കാർഡ് കൂടെയാണ്. നിങ്ങളുടെ പേഴ്സണോലൊക്കെ നിങ്ങൾക്കും നല്ല രീതിയിലുള്ള എവേക്കണിങ് നടക്കുന്നുണ്ട്, ഇന്നർ എവേക്കണിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് യുദ്ധങ്ങൾ എപ്പോഴും നോക്കുക. നിങ്ങൾ ഡി എം എനിക്ക് റീഡിങ് വരും, എൻ്റെ ഡി എം എവേക്കണ്ടാണോ. സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടി നിങ്ങൾ ചുറ്റും ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്ത് പുറത്തേക്ക് നോക്കാം. പുറത്ത് കാണാം, യുദ്ധങ്ങൾ കാണാം, ഫയർ എനർജി, കുറേ ആക്സിഡൻറ്റ്സ്, ഒരുപാട് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് കാണുന്നതൊക്കെ ഡിസ്റ്റോർട്ടഡ് എനർജീസ് റിലീസ് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് എനർജി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെ ക്വസ്റ്റ്യനുകളെല്ലാ ആൻസറും വിത്തിൻ ഹിവഡ് ഉണ്ട്. ഒന്ന് നിങ്ങൾ അവെയർ ആയാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ ആൻസർ കിട്ടും. ഓക്കെ, സോ സ്റ്റാർ കാർഡാണ്, എവേക്കണിങ് ആണ്. അപ്പോൾ സ്റ്റാർ സീഡ് എന്നൊരു മെസ്സേജ് വന്നു. സ്റ്റാർ സീഡ് ആയവർ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇൻഫ്ലെയിം സ്റ്റാർ സീഡ് ആവണമെന്നില്ല, ചൂസ് ആൻഡ് വൺസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർ സ്റ്റാർ സീഡ് ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഇപ്പം തന്നെ ആയിരിക്കില്ല, നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് കടന്നിട്ടായിരിക്കും. ഇപ്പോഴും സോൾ പർപ്പസ് റീഡിങ്ങിന് വരാറുണ്ട്. സോൾ പർപ്പസ് അങ്ങനെ റീഡ് ചെയ്ത് പറയേണ്ട കാര്യമല്ല. ഇഫ് യു ആർ ഇൻ എ സ്പിരിച്വൽ ജേർണി, നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ക്ലാരിറ്റി വരുമ്പോൾ, വിസ്ഡം കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നുള്ളത്. മെയിനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഞാൻ എൻ്റെ കേസ് പറയാം. ഞാൻ MBBS ആണ് ചെയ്തതല്ലോ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടത്തോടെയാണ് ഞാൻ ഈ കരിയർ ചൂസ് ചെയ്തത്. പക്ഷേ ഡിവൈൻ എൻ്റെ സോൾ പർപ്പസിലേക്കാണ് നയിച്ചത്. അപ്പോൾ എൻ്റെ അവിടെ ഒരു ചെറിയ വേദന ഉണ്ടായിരിക്കും, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഡോക്ടറായിട്ട് ഫർദർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ആ ഒരു വേദന നിൽക്കുമ്പോൾ എൻ്റെ സോൾ പർപ്പസിലേക്കും കംപ്ലീറ്റ്ലി എനിക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ ഇത് പറയാൻ കാരണം, കുറേ പേർക്ക് സോൾ പർപ്പസ് വരുമ്പോഴും നിങ്ങളുടെ പഴയ ജോലിയിൽ നിങ്ങൾ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് കുറച്ചുകൂടി കഴിഞ്ഞ് ചെയ്യുന്നുണ്ടാവുക ലൈഫ് പർപ്പസായിട്ട് വരാം, നമുക്ക് അതിപ്പോൾ അറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു വേദന കാണിക്കുകയോ എനിക്ക് പറ്റില്ല, അങ്ങനെ ഒരു പെയിനും എവിടെയും കാണിക്കാൻ പാടില്ല. ഓക്കെ, അത് ഈ ടൈമിൽ ഇപ്പോൾ ഉള്ളതല്ല, എനിക്കിപ്പോൾ ഇതാണുള്ളത്, ഇതിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും, ഇതിലെനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ റൈറ്റ് നൗ എന്താണോ നമുക്കുള്ളത് അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. പോയതിനെ വിടുക, അത് ഇറ്റ്സ് എ ലെസൺ. ഐദർ എ ലെസൺ ഓർ എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ എപ്പോഴും ലൈഫിൽ എടുക്കേണ്ടത്. നമ്മൾ ലൈഫിൽ വന്നു പോകുന്ന സിറ്റുവേഷൻസ്, ആളുകളെല്ലാം നമ്മളെ ഓരോ ലെസൺസ് പഠിപ്പിക്കണം. ഇപ്പോൾ ചിലവർ പറയും എനിക്ക് ഒരുപാട് കണക്ഷൻസ് വരുന്നത്, എന്തുകൊണ്ടാണ് അതൊക്കെ വരുന്നത്? ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ വരുന്നവരൊക്കെ നമ്മൾ സ്പിരിച്വൽ ജേർണിയിലേക്ക് പുഷ് ചെയ്തിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിലേക്ക് നോക്കാൻ വേണ്ടി പുഷ് ചെയ്തിട്ടാണ് പോകുന്നത്. എസ്പെഷ്യലി സെപ്പറേഷൻ എപ്പോഴും എന്താണ് പഠിപ്പിക്കുന്നത്? ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല, ഇൻവേർഡ് നോക്കുന്നില്ല, അതിലേക്ക് തിരിച്ചു വരൂ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാർ കാർഡ് സ്റ്റാറാണ്. നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എവേക്കണിങ് നടക്കുന്നു, ക്ലാരിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എവേക്കണിങ്ങിന് നിങ്ങൾ പുഷ് ചെയ്യരുത്. എൻ്റെ കരിയർ ഉണ്ട്, എനിക്കിപ്പോൾ അതിൽ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, പഠിച്ച കോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയണമെങ്കിൽ കേൾക്കാം. ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ കർമ്മ സെറ്റിൽമെൻറ്റ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ പാട്ടൊക്കെ ആയിട്ടാണ് ജോലി കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ മെയിൻ നമ്മൾ ഇതിനുള്ള ടൈം നമ്മൾ കണ്ടെത്തണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ നന്നായിട്ട് ബാധിക്കാൻ ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ. യെസ്, ഏസ് ഓഫ് കപ്സ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് ന്യൂ കപ്പ് ഒരു ഓഫറായിട്ട് വരുന്നു,
പുതിയ പ്രപ്പോസലായിരിക്കാം, അല്ലെങ്കിൽ പഴയ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതായിരിക്കാം. അങ്ങനെ കാണുന്നത് കേട്ടോ. പുതിയതായിട്ട് റിലേഷൻഷിപ്പാണ്, ഒരു ബന്ധത്തിൽ പുതിയൊരു മാറ്റം. ഇറ്റ്സ് എ ന്യൂ ചേഞ്ച് കമ്മിങ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചേഞ്ച് ആയിരിക്കും. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് മിറാക്കിൾസ്, ഒരു ബിഗിനിങ്സ് ഒക്കെയാണ് കാണുന്നത് കേട്ടോ. യെസ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പോഴും ഡബിൾ മൈൻഡഡ് ആയിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വരുന്നത് കണ്ടോ. 2 പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. ഒരു കാര്യം അല്ലെങ്കിൽ 2 ജോലി വരാം, 2 പേഴ്സൺ വരാം. എപ്പോഴും നിങ്ങൾക്കൊരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്നത്. അപ്പം മനസ്സിലാക്കുക, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് നിങ്ങൾക്ക് ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ ഇല്ല. ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റിയൽ വൺ എന്താണെന്ന് ചൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ഡിറ്റാച്ച്മെൻ്റ് ആവുക, അല്ലെങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച് ആവാൻ നോക്കണം, അല്ലെങ്കിൽ ക്രൗൺ ചക്രേനെ കുറച്ച് നാളൊന്ന് ഹീൽ ചെയ്യുക. ഓക്കെ, അതാണ് ഈ 2 മനസ്സ്. ഒന്ന് മൈൻഡും സോളും തമ്മിലുള്ള വലിയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, സോ 2 കാർഡും കൂടി എടുക്കാൻ ഫീൽ ചെയ്യുന്നു. ക്യൂൻ ഓഫ് വാൻസ്, 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്തൊരു പേഴ്സണാണ്. സ്വന്തമായിട്ട് എനിക്കെല്ലാം എൻ്റേതായിട്ട് തന്നെ ഉണ്ടാക്കണം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡോണ്ട് വെറി. നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലം ഒരിക്കലും വിഫലമാവില്ല, അങ്ങനെയല്ലേ പറയാം, നഷ്ടമായി പോവില്ല. ഇറ്റ് വിൽ കം ഇൻ നദർ വേസ് കേട്ടോ. നമ്മളൊരാൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ കിട്ടാം, അതൊരിക്കലും നഷ്ടപ്പെടില്ല. ചിലപ്പോൾ അവർ തന്നെ ആവാം. നമ്മുടെ ഈ ഭൂമിയിൽ കൊടുക്കുന്ന ഒരു കാര്യത്തിന് നഷ്ടമുണ്ടാവില്ല. ഓക്കെ, എപ്പോഴും നമ്മൾ ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ അയ്യോ എനിക്ക് പോയല്ലോ എന്നല്ല, ഒക്കെ നല്ലതായിരുന്നു, എനിക്ക് എന്തോ കൈൻഡ് പ്രൊട്ടക്ഷനാണ്. എപ്പോഴും മനസ്സിലായി ഡിവൈൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും നമ്മൾ കുറ്റബോധം അയ്യോ എനിക്ക് പറ്റി ഇങ്ങനത്തെ ചിന്തയെ എന്താ പറയുക, നെഗറ്റീവ് സെൽഫ് ടോക്ക് പാടില്ല. നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി എനിക്ക് മൂണോളജി കാർഡ്സ് എടുക്കണമെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയാണ് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. മൂണോളജി കാർഡ്സ് നമ്മുടെ ഷാഡോസ് ആണ്. സോ 7:20 ടൈമിൽ ഷാഡോ സെൽഫിൻ്റെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. വേഗം റീഡ് ചെയ്യാം. യെസ്, യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. ഞാൻ 8 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞില്ലേ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടാതെ പോവില്ല. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. ഇപ്പോഴും കുറേ പേര് ലെറ്റ് ഗോ ചെയ്യാതെ പാസ്റ്റിനെ, ആളുകളെ, സന്ദർഭത്തെ ചൂസ് ചെയ്യുന്നു മീൻസ് അതിന് വിട്ട് കളയുന്നില്ല, ഫോർഗിവ്നെസ് കൊടുക്കുന്നില്ല. പാരൻസ്, സ്വത്ത് തർക്കമായിരിക്കാം, അല്ലെങ്കിൽ സിബ്ലിങ്സ് തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. എന്തൊക്കെ നിങ്ങൾ ഓഫീസോ ജോലി സംബന്ധമായിട്ടോ ഹെൽത്ത് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ആളുകൾ തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് റിലീസ്, ആ ഒരു എനർജി റിലീസ് ചെയ്യുക, ഫോർഗിവ്നെസ് കൊടുക്കുക. നിങ്ങൾ ഫോർഗിവ്നെസ് കൊടുത്തു നോക്കും. ഫോർഗിവ്നെസ് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ലൈഫിലേക്ക് മാറ്റം വരും. സോ ആൻഡ് റൊമാൻറ്റിക് സൈക്കിൾ ബിഗിനീസിൻ്റെ കാർഡും കൂടെ വന്നിട്ടുണ്ട്. പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫിൽ. നമുക്ക് ടാരോവും മൂണോളജിയും ഒരു സെയിം എനർജിയാണ് പറയുന്നത്. പുതിയ എനർജി വരുന്നു, റൊമാൻറ്റിക് ടൈം വരുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ അവർക്ക് സ്പീഡിൽ വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ സറണ്ടർ ചെയ്യാൻ പറയുന്നത്. യെസ്, സറണ്ടർ ടു ഡിവൈൻ കാർഡും കൂടെ വന്നു. സറണ്ടർ ടു ഡിവൈനിലേക്ക് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യും. നിങ്ങൾ എന്തിനാണൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത്? ഡിവൈനും അതിനുള്ള പണി കൊടുക്കണം. പണി മീൻസ് അവർക്ക് അതിനുള്ള നമ്മൾ സറണ്ടർ ചെയ്താൽ മാത്രമാണ് അവർക്ക് അതിലൊരു കാര്യം തീരുമാനിക്കാൻ പറ്റൂ. നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോൾ ഡിവൈന് വന്ന് ഡിവൈൻ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ലൈഫിലേക്ക് ഒന്നും ഇടപെടില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷേ ഡെവിൾ എനർജി ആണെങ്കിൽ വിത്തൗട്ട് യുവർ പെർമിഷൻ, അങ്ങനെയല്ലേ ഈ മോശപ്പെട്ട ആളുകൾ നമ്മളോട് പെർമിഷൻ ഇല്ലാതെയാണ് നമ്മുടെ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതും അല്ലേ. അവർക്ക് അങ്ങനെ ഒരു റെസ്പെക്റ്റ് ഇല്ല, വിച്ച് മീൻസ് അവർക്ക് നല്ലൊരു സത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഡെവിൾ എനർജികളാണ് നമ്മളെ ബ്ലാക്ക് മാജിക് എനർജി നമ്മളോട് ചോദിച്ചിട്ടാണ് നമ്മുടെ ഓറയിലേക്ക് വരുന്നത് അല്ല, അവർ കടക്കും. ഇതുപോലെയാണ്. സോ ഡിവൈൻ ബീയിങ്സ് എപ്പോഴും ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, യു ഷുഡ് ആസ്ക്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ സറണ്ടർ ഡിവൈനാണ് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് കേട്ടോ. ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ. നിങ്ങൾക്ക് ഒരിക്കലും അഹങ്കാരം വരരുത്. എനിക്ക് സംഭവം ഉണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് സ്വത്തുണ്ട്, എനിക്ക് നല്ല ഹെൽത്ത് ഉണ്ട്, കാണാൻ ഭംഗിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ ഒരാളെ പോലും കമ്പയർ ചെയ്യാനോ ഗോസിപ്പ് ചെയ്യാനോ വേദനിപ്പിക്കാനോ ചിന്തയിൽ പോലും വരാൻ പാടില്ല. എല്ലാം കർമ്മഫലത്തിൽ ആഡായി വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എസ്പെഷ്യലി നമ്മുടെ പ്രാരാബ്ധ കർമ്മയാണ്. ഞാൻ കർമ്മത്തിനെ കുറിച്ച് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, 4 ടൈപ്സ് ഓഫ് കർമ്മ. അതൊന്ന് കണ്ടു നോക്കാം. ഏറ്റവും കൂടുതൽ പ്രാരാബ്ധ കർമ്മ, അതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇനിയും പുതിയ കർമ്മ നിങ്ങൾ കൂട്ടാതിരിക്കാം. ലാസ്റ്റ് കാർഡ് എടുക്കാം. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ് ആൻഡ് അഗെയിൻ
ഈ കാർഡ് ചോദിക്കുന്നത് വാട്ട് ഡു യു നീഡ് ടു റിലീസ്, നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ ഇനി എന്താണ് ഉള്ളത്. ഒരു മഞ്ഞുമാസമാണ് കാണിക്കുന്നത്, അതിലൊരു മൂൺ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താണ് റിലീസ് ചെയ്യാനുള്ളത് ഇടയ്ക്ക് ചോദിക്കുക, എന്താണ് എനിക്ക് റിലീസ് ചെയ്യാനുള്ളത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിൻ്റെ ഈ ഒരു DNA അല്ലെങ്കിൽ നിൻ്റെ ഈ ഒരു ഷാഡോ ആയിരിക്കാം, നിൻ്റെ ഫിയർ, ആങ്സൈറ്റി, മറ്റുള്ളവരെ നെഗറ്റീവ് പറയുന്ന ചിന്ത, എന്തെങ്കിലും കണ്ട അപ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടത് പറയുന്നു. ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണാം അല്ലേ, തോന്നിയ കമൻസ് ഒക്കെ വെറുതെ എന്തെങ്കിലും കാണുമ്പോഴേക്കും രണ്ടെണ്ണം പറയണം, എന്തോ വലിയ ആളാവണം എന്ന് കരുതി ഇടുകയാണ്. പക്ഷെ അവരുടെ എനർജിയാണ് അവർ കൊണ്ടിടുന്നത്. പക്ഷെ അത് കേൾക്കുന്നതും റീഡ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ആ ഒരു എനർജി തിരിച്ച് വന്നുകൊണ്ടിരിക്കും. നമ്മളൊരാൾ കുറ്റം പറയുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വന്നിട്ടാണ് എഫക്റ്റ് ചെയ്യുക. ഒരു സ്ത്രീനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ നമ്മൾ കുറ്റം പറയുമ്പോൾ നാളെ നമ്മുടെ മക്കൾക്കാണ് ആ എനർജി വരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ദൈവം ചെയ്ത് ഒരാളെയും ബ്ലെയിം ചെയ്യാതിരിക്കുക. കുറേ പേര് അറിയാതെ ഒരുപാട് എനർജികൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഓവറാ ക്ലെൻസ് ചെയ്യാം. അതുപോലെ നമ്മുടെ കാര്യം നോക്കുക, നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ എസ്പെഷ്യലി എന്തോരം കർമ്മകൾ ക്ലിയർ ചെയ്യാനുണ്ട്, കർമ്മ ക്ലിയർ ചെയ്യുക. ആൻഡ് ടൈം ഫോർ ഹീലിംഗ് കൂടെ ലാസ്റ്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ട ടൈമാണ്, ടൈം ഫോർ ഹീലിംഗ് ഓപ്പൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജസ് വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് ലാസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് കൂടെ നോക്കി ലെറ്റ് സ്റ്റോപ്പ്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ റീഡ് ചെയ്തു കേട്ടോ. എന്താണ് നിങ്ങളുടെ ലൈഫിൽ കറൻ്റ്ലി നടക്കാൻ പോകുന്നത്, അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഹീൽ ചെയ്യാനുള്ളത്, ആൻഡ് യുവർ പേഴ്സൺസ് റീഡിങ്, എവേക്കണിങ്, ഇതാണ് ആദ്യം വന്ന കാർഡ്. ഒരു കാർഡും കൂടെ തെറിച്ച് വീണിട്ടുണ്ട്. പേഷ്യൻസ്, ക്ഷമയോടെ കാത്തിരിക്കുക. കുറച്ച് സമയം അവർ എടുക്കുന്നുണ്ട്, ബിക്കോസ് അവർ എവേക്കണിലൂടെ കടന്നു പോവുകയാണ്. ഇതിന് തൊട്ട് ബാക്കിലായിട്ട് ഫോർഗീവ്നെസ്സിൻ്റെ കാർഡും കൂടെ വന്നിട്ടുണ്ട്. ഫോർഗീവ്നെസ് കണ്ടോ, നന്നായിട്ട് ഫോർഗീവ്നെസ് ചെയ്യുക കേട്ടോ, അവർക്കും കൊടുക്കുക ഫോർഗീവ്നെസ്. ലിവ് ഇൻ ദ മൊമെൻറ്റ്. ഓക്കെ, യു ക്യാൻ ഡു ദിസ്. പ്രപ്പോസിങ്, ഇപ്പോൾ അവരൊന്നുകൂടി പഴയതുപോലെ വന്ന് പ്രപ്പോസ് ചെയ്യാനും ലവ് ഷെയർ ചെയ്യാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. ബി പ്രിപ്പയർഡ്, ബി പേഷ്യൻറ്റ് ആൻഡ് ഇൻഫാക്ച്വേഷൻ, ഭയങ്കര അട്രാക്ഷനൊക്കെ കാണുന്നുണ്ട് അവർക്ക് കേട്ടോ. സോ ദീസ് ആർ ദ മെസ്സേജസ്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാ റീഡിങ്സും പെയ്ഡ് ആണ് കേട്ടോ. ഇന്നലെ ആരോ ചോദിച്ചു ഫ്രീ റീഡിംഗ് ആണോ? ഫ്രീ റീഡിംഗ് ഇല്ല, ലൈവിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബാക്കിയെല്ലാം പെയ്ഡ് റീഡിങ്, ഹീലിംഗ് ക്ലാസ്സസ് എല്ലാം പെയ്ഡ് ആണ്. ആകാശിക് ടാരോ കോഴ്സ് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 555 ആണ് ടാരോ കോഴ്സിൻ്റെ ഫീസ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം കേട്ടോ. അതുപോലെ 16th നാളെ സെൽഫ് ലവിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മണി ആൻഡ് സെൽഫ് ലവ് വർക്ക്ഷോപ്പ് ഫോർ 3 days ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ക്രിസ്റ്റൽസ് വേണ്ടവർക്ക് ബൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും, കോൾ ചെയ്യരുത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവരിവൺ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു. നിങ്ങൾക്ക് ഈ ഒരു റീഡ് ചെയ്ത് എവിടെയെങ്കിലും റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.